അവരുടെ ശക്തമായ എതിർപ്പ്, സഭയുടെ ശക്തമായ എതിർപ്പും അൽമായ ഫോറത്തിന്റെ കോളേജ് മാനേജ്മെന്റിന്റെ എതിർപ്പുണ്ടായതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യത്തിൽ നിന്ന് പിന്മാറേണ്ടി വന്നു എന്ന് കണക്കാക്കേണ്ടി വരുമല്ലോ. അല്ല, അങ്ങനെയല്ല ഇതിനെ കാണേണ്ടുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, ഇത് കോളേജിന്റെ പ്രിൻസിപ്പൾ ഒരു തീരുമാനം എടുത്തു. പ്രിൻസിപ്പളിന് ഒരു റിട്ടേൺ ആയിട്ട് കംപ്ലൈന്റ് കൊടുത്തു. പ്രിൻസിപ്പൽ തീരുമാനം എടുത്തു, അങ്ങനെ ഒരു മതത്തിന് അനുവദിച്ചു കഴിഞ്ഞാൽ എല്ലാ മതത്തിനും അനുവദിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ നേരത്തെ കേട്ട ഇതിനകത്ത് പറഞ്ഞത്. പക്ഷേ ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇതിനു മുമ്പ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. 1995 തോന്നുന്നു, കൊല്ലം TKM എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ നോർത്ത് സൈഡിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് നിസ്കരിക്കാനായിട്ട് ഇതുപോലെ റൂം വേണമെന്ന് അവർ ആവശ്യപ്പെടുകയും ആ മാനേജ്മെന്റ് അതിനു വേണ്ടിയിട്ട് റൂം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസ് ഇതിനെതിരെ സമരം ചെയ്തു. ഇങ്ങനെ റൂമൊന്നും അനുവദിക്കാൻ പാടില്ല, ഇത് ശരിയായ നടപടിയല്ല എന്ന് പറഞ്ഞിട്ട് അന്ന് SFIക്കാരാണ് സമരം ചെയ്തത്. ആ SFIയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുഴുവൻ വിദ്യാർത്ഥികളും TKM ആർട്സ് കോളേജിലായിരുന്നതുകൊണ്ട് അതെല്ലാം മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികളായിരുന്നു. അവരങ്ങനെ സമരം ചെയ്യുകയും അവസാനം അവർക്ക് മുട്ടുമടക്കേണ്ടി വരികയും ചെയ്തു. മാനേജ്മെന്റിന് മുട്ടുമടക്കേണ്ടി വരികയും അങ്ങനെ ഒരു സംഭവം നടപ്പിലാക്കില്ല. ഈവൻ വിദേശത്തൊക്കെ ഞാൻ ജോലി ചെയ്യുമ്പോൾ പോലും, ഇസ്ലാമിക് കൺട്രീസിൽ ജോലി ചെയ്യുമ്പോഴും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള നിസ്കാര മുറികളുണ്ട്. പക്ഷെ അത് ആർക്ക് വേണ്ടിയിട്ടാണ്? അത് അവിടുത്തെ ആൻസിലറി സ്റ്റാഫിനും അവിടുത്തെ ഡ്രൈവർമാർക്കും മറ്റുള്ള അത്യാവശ്യം ചില അധ്യാപകർക്കും വേണ്ടി മാത്രമാണ്. ഈ എൻറ്റയർ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊന്നും എങ്ങും തുറന്നു കൊടുക്കാറൊന്നുമില്ല. ഈ പറയുന്ന പല ഇസ്ലാമിക് കൺട്രീസിൽ പോലും അതൊന്നും ഇല്ലാത്തൊരു സാധനമാണ് ഇപ്പോൾ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഈ ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ ടൈമിലൊക്കെ മതപഠനത്തിന് വരും. ഈ മതപഠനത്തിന് പോയി കഴിഞ്ഞിട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അഭൂതപൂർവമായ മാറ്റമാണ് അവരിൽ കാണുന്നത്. അത് ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ തന്നെ പല കുട്ടികളും അതുവരെ പള്ളികളെ കുറിച്ച് പോകാത്ത കുട്ടികൾ തന്നെ അവർക്ക് നിസ്കരിക്കാനായിട്ട് സ്ഥലം അല്ലെങ്കിൽ റൂം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, തൊട്ട് താഴെ അവിടെ കോളേജ് ഉണ്ടല്ലോ, അല്ല മദ്രസ, അല്ല പള്ളിയുണ്ടല്ലോ, അവിടെ തൈക്കാവുകളുണ്ടല്ലോ, അവിടെ എവിടെയെങ്കിലും പോയി നിസ്കരിച്ചാൽ പോരെ, വെള്ളിയാഴ്ച നിനക്ക് സമയം തരാം, സമയമുണ്ടല്ലോ, ആ സമയത്ത് നീ പോയി അവിടെ നിസ്കരിക്കും, നിനക്ക് അത്ര നിർബന്ധമാണെങ്കിലെന്ന് പറഞ്ഞിട്ട് കുട്ടികളോട് പറയുമ്പോൾ അവരത് മനസ്സിലാക്കുകയും അങ്ങനെ പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്, അവരെ അങ്ങനെ വിടുകയും ചെയ്തിട്ടുണ്ട്. അല്ലാതെ ക്യാമ്പസിനകത്ത് നമ്മൾ അത്തരം ഒരു സിറ്റുവേഷൻ ഒരുക്കി കൊടുക്കുന്നതെന്ന് പറയുന്നത് കേരളം പോലുള്ള ഒരു മതേതര സമൂഹത്തിന് ഒട്ടും ഭൂഷണീയമല്ല. ഇനി വേറൊരു കാര്യം കൂടെ പറയാം. JNUവിൽ ഇതുപോലെ ABVPക്കാർ എല്ലാ റൂമുകളിലും, ഹോസ്റ്റൽ റൂമുകളിലെല്ലാം രാത്രി 11 മണിയാകുമ്പോൾ ഹോമം നടത്താൻ തുടങ്ങി. അവിടുത്തെ വാർഡനായിരുന്നത് ബേർട്ടൺ ക്ലീറ്റസ് എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ടാണ്. അദ്ദേഹം അങ്ങനെ പ്രത്യേകിച്ച് ഒരു മതത്തിൽ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല. അപ്പോഴ് ടൈംസ് ഓഫ് ഇന്ത്യ അടിച്ച ന്യൂസ് എന്താണെന്നറിയോ? ക്രിസ്ത്യാനിയായിട്ടുള്ള അധ്യാപകൻ ഇവരുടെ ഹോമം നടത്തുന്നതിനെ തടഞ്ഞു, ഹിന്ദുക്കൾക്കെതിരെ നിന്നു എന്ന് പറഞ്ഞിട്ടാണ് അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ അടക്കമുള്ള പത്രങ്ങളിൽ വാർത്ത വന്നത്. അപ്പോൾ അവൻ എന്നെ വിളിച്ചിട്ട് ഹൃദയം പൊട്ടിയാണ് എന്നോട് ചോദിക്കുന്നത്, അളയ ഞാൻ എന്ന് തൊട്ടാണ് ക്രിസ്ത്യാനിയായെന്ന് എന്നോട് ചോദിച്ചതാണ്. എന്റെ കൂടെ വളരെ കൊച്ചിലേ തൊട്ടേ പഠിച്ചിരുന്ന പയ്യനാണ്. ഇപ്പോൾ അവിടുത്തെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലുണ്ട് JNUവിൽ. അപ്പോൾ ഈ പറഞ്ഞതുപോലെ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങൾ കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ ആര് വിചാരിച്ചാലും അത്ര പെട്ടെന്നൊന്നും കളങ്കം വരുത്താനൊന്നും പറ്റില്ല. പിന്നെ ഈ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ശക്തിപ്പെടുത്തുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. EMS അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ന്യൂനപക്ഷ വർഗീയതകൾ തമ്മിലുള്ള ശക്തിപ്പെടുത്തലാണോ എന്നുള്ളൊരു സംശയമില്ല. കാരണം എന്ത് നടന്നാലും ഇവർക്ക് രണ്ടുപേർക്ക് നേട്ടമാണ്, രണ്ടുപേരുടെ അണികൾ കൂടും. വളരെ നല്ല കാര്യമാണ് MSF അതിനെ തള്ളിപ്പറഞ്ഞത്. MSFന്റെ വിദ്യാർത്ഥികളാരും അതിനകത്ത് ഇല്ലാത്തത്. പ്രബലമായ സംഘടനകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MSFും SFI മാത്രമേ ഉള്ളൂ, മറ്റു സംഘടനകളൊന്നും ഇല്ലേ ഇവിടെ? മറ്റ് സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളില്ലേ? വിദ്യാർത്ഥി ഐക്യമാണല്ലോ അവർ വിളിച്ചത്. പല സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളാണ്. ഇപ്പൊ പൂർണ്ണമായിട്ടും അതിനകത്ത് MSFകാരില്ല എന്നൊന്നും നമുക്കൊന്നും പറയാൻ, കണ്ണടച്ചുകൊണ്ടൊന്നും പറയാനൊന്നും പറ്റില്ല. ഉണ്ടാവും ഒരു കുട്ടികളെല്ലാരും കൂടെ ചേർന്നിട്ട് ഒരു കാര്യം ചെയ്തു. ഒരുപക്ഷെ ഈ പ്രാർത്ഥനാ മുറിയേക്കാളും ഉപരിയായിട്ട് ഇവരുടെ ഒരു പ്രതിഷേധം, നന്നായിട്ടൊരു പ്രതിഷേധം നടത്താൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വലിഞ്ഞു മുറിച്ച് വെച്ചേക്കുന്ന ഒരു മാനേജ്മെന്റിനെതിരെ ഒരവസരം കിട്ടിയപ്പോൾ പ്രിൻസിപ്പളിനെതിരെ സമരം ചെയ്തതാവാം. അങ്ങനെ നമുക്കതിനെ വായിച്ചെടുക്കാം. അല്ലാതെ അതിനൊരു മതപരമായ പരിവേഷം കൊടുക്കേണ്ടുന്ന കാര്യമില്ല. ഒരു ഇഷ്യൂ കിട്ടിയപ്പം അവരതങ്ങെടുത്ത് ഉപയോഗിച്ചെന്നേ ഉള്ളൂ. പിന്നെ അതിനെ ഇൻഫ്ലേറ്റ് ചെയ്ത് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻസ് ആക്കേണ്ടതെയും അതിന് മറ്റു പല കാര്യങ്ങളുമായിട്ട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്നതിന് കാര്യമൊന്നുമില്ല. കാരണം ഈ പറഞ്ഞ കണക്കുള്ള അൽമായ സഫയുടെ അത് വർഗീയതയുടെ ടെസ്റ്റ് ഡോസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു പത്രക്കുറിപ്പൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അങ്ങനെ ഒരു ടെസ്റ്റ് ഡോസ് ഒന്നും അല്ല. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അൽമായ സഫയ്ക്കും ഈ പറഞ്ഞ കണക്കുള്ള മതസംഘടനകൾക്കും ഒക്കെ തന്നെയാണ്. മറ്റ് മുസ്ലിം മത സംഘടനകൾക്കും ക്രിസ്ത്യൻ മത സംഘടനകൾക്കും അവരുടെ അണികളെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ
ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കി അല്ലെങ്കിൽ അവർക്ക് അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു താങ്കൾ situation പറയുമ്പോൾ മുതലെടുക്കാനുള്ള ഇത് ശ്രമമാണെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദം എന്ന സംശയിക്കാതിരിക്കാൻ രീതിയിലാണല്ലോ. വയ്യ. എന്തുകൊണ്ടാണ് കാരണം എന്ന് അങ്ങനെയുള്ള സംശയം? ഉണ്ടാക്കിയെടുത്ത ഒരു വിവാദം എന്ന രീതിയിലാണല്ലോ താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായും ഇതൊരു പങ്കുകച്ചവടം പോലെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് ഇതിന്റെ ഒരു ആംഗിളിൽ പോകുന്നത്. കാര്യം ഇതേപോലുള്ള ഇതിന്റെ അനുരണനങ്ങൾ മറ്റ് ക്യാമ്പസുകളിലുണ്ടാവും. അപ്പോൾ പറയും ഞങ്ങൾക്കൊരു ശത്രുക്കളുണ്ട്, അവരെല്ലാം ഞങ്ങളുടെ സ്ഥാപനങ്ങളെ നശിപ്പിക്കാൻ നടക്കുകയാണ്. അപ്പോൾ പറയും ഞങ്ങൾക്ക് ശത്രുക്കളുണ്ട്, അവിടെ പ്രാർത്ഥിക്കാൻ പോലും അനുവദിക്കുന്നില്ല എന്ന് എതിർ സംഘടനയ്ക്ക് പറയാൻ പറ്റുമല്ലോ. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഇവരുടെ ആളുകളെ കൂട്ടാൻ പറ്റും, അൽമായർക്ക് അവരുടെ ആളുകളെ കൂട്ടാൻ പറ്റും. ഇങ്ങനെ വർഗീയത എന്ന് പറയുന്ന കാര്യം പെട്ടെന്ന് നമുക്ക് ഇഗ്നൈറ്റ് ചെയ്ത് വിടാവുന്ന ഒരു സാധനമാണല്ലോ. പെട്ടെന്ന് തന്നെ മനുഷ്യനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർഗീയത പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിപ്പിക്കാൻ പറ്റും. കേരളത്തിന്റെ സെക്യുലർ ഫാബ്രിക്കിനെ വലിച്ചു കീറാൻ തന്നെ പറ്റും. അതുകൊണ്ട് ഇത്തരം പ്രവണതകൾ അതായത് മുളയിലെ നുള്ളിക്കളയണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. അതിന് ചാലകമായിട്ടുള്ള രീതിയിൽ കുറച്ചുകൂടെയൊക്കെ ഉയർന്ന ചിന്തയിൽ ചിന്തിക്കുന്നവരാണ് മലയാളി. ഇപ്പൊ തൃശ്ശൂർ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുടെ ഭാഗമായിട്ടാണ് ഒരു BJPക്ക് ഒരു സ്ഥാനാർത്ഥി ഇവിടെ കിട്ടുന്നത്. അത് കണ്ടുകൊണ്ട് ഈ പരിഷ്കാരം എല്ലായിടത്തും നടപ്പിലാവും എന്നൊക്കെ ധരിക്കുന്നത്, അല്ലെങ്കിൽ ഇനിയും കോലീബി സഖ്യമൊക്കെ ഇവിടെ ഉണ്ടാവുന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് തന്നെ അബദ്ധമാണ്. അതൊരിക്കലും കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. അതിനൊക്കെയുള്ള ശ്രമങ്ങളാണ്, അതിനൊക്കെയുള്ള ഒരു മുന്നൊരുക്കങ്ങളാണ്, അതിനൊക്കെയുള്ള ഒരു കോപ്പുകൂട്ടലാണ്. ശ്രീ ടോണി ചെറ്റപ്പള്ളി അതിന് മറുപടി പറയേണ്ടത് താങ്കൾ കൂടിയാണ്. അതിന് മറുപടി പറയേണ്ടത് താങ്കൾ കൂടിയാണ്. താങ്കളുടെ റിലീസിലാണ് ഈ മതമൗലികവാദത്തിന്റെ ടെസ്റ്റ് ഡോസ് എന്ന രീതിയിലുള്ള പരാമർശം കടന്നു വന്നത്. ശ്രീ ജയരാജ്, താങ്കൾ ഈ സംഭവത്തെ നിസ്സാരവൽക്കരിച്ച് സംസാരിക്കേണ്ട. താങ്കളുടെ ഭാഗത്തുനിന്ന് വരുന്നത് ശരിയല്ല. നിങ്ങളുടെ സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് ഞങ്ങളിന്ന് പിന്മാറുകയാണെന്ന്. നിങ്ങളിത് നിസ്സാരവൽക്കരിക്കരുത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇവിടെ അരുവിത്ര പള്ളിയിലെ ഒരു വൈദികനെ കാറിടിപ്പിച്ചു. കാഞ്ഞിരപ്പള്ളിയിലെ അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജിൽ പ്രശ്നങ്ങളുണ്ടാക്കി. ഇപ്പോൾ വീണ്ടും നിർമ്മല കോളേജിൽ. ഇതൊന്ന് നിസ്സാരവൽക്കരിച്ച് തള്ളാനുള്ള ഒരു നേതൃത്വമല്ല ക്രൈസ്തവ സഭയ്ക്കുള്ളത്. ക്രൈസ്തവ സഭയ്ക്ക് വ്യക്തമായുള്ള നിലപാടുണ്ട്. ആ നിലപാട് ക്രൈസ്തവ സഭകളുടെ ഒരു സ്ഥാപനങ്ങളിലും ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് നിസ്കാരത്തിന് മുറി അനുവദിക്കാനാകില്ല. ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ ഈ കുട്ടികളെ താങ്കൾ ഒരിക്കലും ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ ഒരിക്കലും നിസ്സാരവൽക്കരിക്കരുത്. ഈ പ്രശ്നം ഇവിടെ തീർന്നു. പക്ഷെ എങ്കിലും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, ക്രൈസ്തവർക്കെതിരെയുള്ള നിരന്തരമായിട്ട് വരുന്ന ഈ അവഗണന ഒരിക്കലുമല്ല. താങ്കൾ ഈ പ്രസ്താവന താങ്കൾ പിൻവലിക്കണം. താങ്കൾ ഇതിന് നിസ്സാരവൽക്കരിക്കുക ചെയ്ത് താങ്കളുടെ സംഘടന ഇത് പിൻവലിച്ചിട്ടുണ്ട്. ശ്രീ ആർഷോ, SFIയുടെ ആർഷോ ഇത് പിൻവലിച്ചിട്ടുണ്ട്. പിന്നെ താങ്കൾ എന്തിനാണ് ഈ പ്രസ്താവന നിങ്ങൾ ന്യായീകരിക്കുന്നത്? അതൊട്ടും ശരിയല്ല. നിങ്ങളുടെ പ്രസ്താവന പിൻവലിക്കണം. അതെനിക്ക് പറയാനുള്ളത്. ഒരു കാര്യം കൃത്യമായിട്ട് പറയാം, ക്രൈസ്തവ സഭകൾക്ക് കൃത്യമായിട്ടുള്ള നിലപാടുണ്ട്. ആ നിലപാടിനെ ആവർത്തിക്കുകയാണ്. ക്രൈസ്തവ സഭയുടെ ഒരു സ്ഥാപനങ്ങളിലും ഇപ്രകാരമുള്ള ഒരു സംവിധാനം ഒരിക്കലും ഞങ്ങൾ അത് നീതീകരിക്കില്ല, ഞങ്ങൾ അത് അംഗീകരിക്കില്ല. അത് നിങ്ങൾ ഓർമ്മയിലിരിക്കട്ടെ.